ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇട്ട് അവനവൻ്റെ സെൽഫിഷ് ലോകത്തേക്ക് പോകുന്നതിന് പകരം എല്ലാവരോടും ഈ ഭക്ഷണം കഴിച്ച ക്യാൻറ്റീൻ ജീവനക്കാരോട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഫുഡ് ടോപ്പട്ടോ അടിപൊളി, ഈ ഒരു ലൈക്കൊക്കെ മതി ആ പ്രായമുള്ള മനുഷ്യൻ്റെ കണ്ണ് നിറയാൻ സന്തോഷത്തിന്. നമ്മൾ ഏറ്റവും കൂടുതൽ മൈൻഡ് ആക്കേണ്ടത് സ്റ്റാഫിനെ എന്ന് പറയുമ്പോൾ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. തൂപ്പുകാർ, അടിച്ചു വരുന്നവർ. കണ്ടിട്ടില്ലല്ലോ ഇന്നലെ ഒന്നും പെരുന്നാൾ നാട്ടിൽ പോയിട്ടില്ല. ഒരിക്കലാണ് അബ്ദുള്ളക്ക, പ്രായമുണ്ട്, 68 വയസ്സ്, ഭാര്യ മരിച്ചുപോയി, 3 മക്കളുണ്ട്, അവരൊക്കെ ഒഴിവാക്കി പോയി. ഓൾഡ് ഏജ് ഹോംസിൽ താമസിക്കണ്ടല്ലോ എന്ന് വെച്ചോട്ട് ഉസ്താദ് നോളജ് സിറ്റിയിൽ ജോലി കൊടുത്തതാണ്. ആ മനുഷ്യനെ +2 2-3 കുട്ടികൾ പെരുന്നാൾ നാട്ടിൽ പോയില്ലേ. 2-3 ചോക്ലേറ്റ് ഉണ്ട്, ഉപ്പ ഗൾഫിൽ നിന്ന് വന്നത്, കഴിച്ചോളി. അബ്ദുള്ളക്ക് ഉണ്ടെങ്കിലേ നമ്മളെ ഹിൽസിനായി സെറ്റാവുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അയാൾ കരഞ്ഞു പോകും. സന്തോഷം കിട്ടാത്തൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ഫുട്ബോൾ പിരാന്തും കുറച്ച് മുടിപ്പിരാന്തെല്ലാം നമുക്ക് ഉണ്ടാവും, അതൊക്കെ അടുക്കട്ടെ. പക്ഷെ നമ്മളെ സൂപ്പർ സ്വഭാവമായിരിക്കണം, അടിപൊളിയായിരിക്കണം, എല്ലാവരും സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. നെഗറ്റീവ് കമൻ്റ് അടിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടീൻ്റെ പേര് ഞാൻ ചോദിച്ചു, എന്താ പേര് ഇന്നത്, നാട് ഇന്ന ജില്ല, ആ ജില്ലയിൽ ഇന്ന സ്ഥലം. മോൻ്റെ ഉപ്പ എന്ത് ചെയ്യുന്നു? അബുദാബിയിൽ എവിടെ? മുസഫയിൽ. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഷോപ്പ് എടുത്തുന്നു. വിച്ച് ഷോപ്പ്? ഒരു ഗ്ലോസറിയാണ്. എന്നിട്ട് ഞാൻ ഈ കുട്ടീനെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉദാഹരണം കാണിച്ചു തരാം. ഇവൻ്റെ ഉപ്പാൻ്റെ ഒരു സുഹൃത്ത് കള്ളുകുടിയാനാന്ന് വിചാരിച്ചോളി. അങ്ങനെ പറയലോടുകൂടി ആ വർത്തമാനത്തോടുകൂടി ഇവൻ്റെ മുഖത്തെ ലൈറ്റ് കുറച്ച് കുറയും. ഇവൻ കള്ളു കുടിച്ചെന്ന് പറഞ്ഞില്ല, ഇവൻ്റെ ഉപ്പ കുടിച്ചെന്ന് പറഞ്ഞില്ല, ഇവൻ്റെ ഉപ്പൻ്റെ സുഹൃത്ത് കുടിച്ചെന്ന് പറഞ്ഞില്ല. സപ്പോസ് ആൻ എക്സാമ്പിൾ, ഉദാഹരണം പറയുമ്പോൾ തന്നെ സാറേ പ്ലീസ് വേണ്ടില്ലായിരുന്നു സാർ. മനുഷ്യന് തകരാൻ അത്രേ വേണ്ടൂ. നമ്മൾ ജീവിതത്തിൽ എത്ര ആളെ തകർക്കുന്നുണ്ട്? +1കാരാ, അനിയന്മാരാ, ജൂനിയേഴ്സിനാ, ക്ലാസ്മേറ്റ്സിനാ, എത്ര ആൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് തകരുന്നുണ്ട്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ഓരോരാളെ തകർത്തിട്ടാ പോകണമെങ്കിൽ, ട്രോളിയിട്ടാ പോകുന്നെങ്കിൽ എന്ത് സ്വലാത്ത്, എന്ത് ദിക്ർ, എന്ത് ഖുറാനോത്തോണ്ട് അള്ളാൻ്റെ അടുത്ത് ഉപകരിക്കുക? ഒരു ഉപകാരം ഉണ്ടാവില്ല. തമാശ കളിക്കാം, ആസ്വദിക്കാം, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഇസ്ലാമിൽ എന്തിപ്പോ തെറ്റ്? ബട്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത്. ഇതാണ് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.